ഹലോ എവ്രിവൺ, മറ്റൊരു ചാപ്റ്ററിന്റെ സമ്മറിയിലേക്ക് സ്വാഗതം. ഡോൾസ് ജേർണിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ സമ്മറിയാണ്, വെറും 10 മിനിറ്റിനുള്ളിൽ ഞാൻ പഠിപ്പിച്ചു തരാം. എല്ലാവരും ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിന് ഷെയറും കൂടി ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണം നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് ഇങ്ങനെ നോട്ട്സ് ആയിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്ട്സും കിട്ടും. അപ്പോൾ ആ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, വേഗം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ബാ മക്കളെ, നമുക്ക് പഠിക്കാം. ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സ് നോക്കാം. കാഫ്കയും ലിറ്റിൽ ഗേളും ഉണ്ട്. ഓക്കെ, കാഫ്ക ആൻഡ് ലിറ്റിൽ ഗേൾ ആണ്. ഓക്കെ, എന്താണ് ഡോളിൻ്റെ ജേർണി, നമ്മുടെ ബൊമ്മക്കുട്ടിയുടെ എന്താണ് യാത്രയാണ് പറയുന്നത്. കാഫ്ക എന്ന് പറഞ്ഞാൽ കൈൻഡ് ആൻഡ് ക്രിയേറ്റീവ്. കൈൻഡ് ആണ്, ഓക്കെ, പാവം മനുഷ്യനാണ്, ക്രിയേറ്റീവ് മനുഷ്യനാണ്. ഹി ഹെൽപ്സ് ദ ഗേൾ ബൈ ക്രിയേറ്റിംഗ് എ സ്റ്റോറി അബൌട്ട് ഹർ ലോസ്റ്റ് ഡോൾ. കാണാതായ ബൊമ്മക്കുട്ടിയെ പറ്റിയിട്ട് ഒരു കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷോസ് കൈൻഡ്നെസ് ആൻഡ് ഇമാജിനേഷൻ. തോട്ട്ഫുൾ ആണ്, ഓക്കെ, തോട്ട്ഫുൾ ആണ്. ആ കുട്ടിക്ക് തോട്ട് എന്ന് പറഞ്ഞാൽ ആലോചനയാണെങ്കിൽ നമ്മുടെ നല്ല മനസ്സോടെ ആലോചിക്കില്ലേ അയാൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെയാണ് തോട്ട്ഫുൾ എന്ന് പറയും. ഓക്കെ, ഹി നോട്ടീസസ് ദ ഗേൾസ് ചേഞ്ചിങ് ഇമോഷൻസ് ആൻഡ് ട്രൈസ് ടു മേക്ക് ഹർ ഫീൽ ബെറ്റർ. ആ കുട്ടിക്ക് സങ്കടം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരെയും പോലത്തെ എന്താണ്, ഇമോഷണലാണ്. കുഞ്ഞു കുട്ടികൾ ഇമോഷണലാണ് അല്ലേ. ഷീ ഈസ് വെരി സാഡ് അബൌട്ട് ലൂസിങ് അവർ ഡോൾ പോയതിൻ്റെ സങ്കടത്തിലാണ്. ഓക്കെ, ഇന്നസെൻറ്റ് ആൻഡ് ഹോപ്പ്ഫുൾ ആണ്. ഇന്നസെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും കളത്തരം പറഞ്ഞാൽ അവർ വിശ്വസിക്കും അല്ലേ. ആ ഡോൾ കല്യാണം കഴിച്ച് പോയി എന്ന് പറഞ്ഞാലും കുട്ടി വിശ്വസിക്കും, കാരണം ഇന്നസെൻ്റ് ആണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നസെൻറ്റ് ആൻഡ് ഹെൽപ്ഫുൾ. ഓക്കെ, ഹോപ്പ്ഫുൾ. നല്ല പ്രതീക്ഷയോടെ ഡോൾ തിരിച്ചു വരുന്നൊക്കെ പ്രതീക്ഷയില്ല. കഥ നമുക്ക് തുടങ്ങാം. ഭയങ്കര സിമ്പിളാണെന്ന് നോക്കാം. കാഫ്ക മീറ്റ്സ് ദ ഗേൾ. കാഫ്ക ആ കുട്ടീനെ കാണുന്നു. എവിടെയാണ്? വൺ സാറ്റർഡേ കാഫ്ക വാസ് വാക്കിംഗ് ഇൻ എ പാർക്കിംഗ് ബെർലിൻ. മക്കളെ, ബെർലിൻ എവിടെയാണ്? ബെർലിൻ ജർമ്മനിയിൽ കേട്ടോ. അപ്പോൾ ജർമ്മനിയിലാണ് കഥ നടക്കുന്നത്. ഒരു പാർക്കിൽ കാഫ്ക കുട്ടീനെ കാണുന്നു. ഓക്കെ, ഹി സോ എ ഗേൾ ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. ആ കുട്ടി എന്താണ്? ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ, ഏറ്റവും ഇഷ്ടമുള്ള ഡോൾ. ഓക്കെ, ബൊമ്മക്കുട്ടി കാണാതെ പോയി. കാഫ്ക ഹെൽപ് ദർ സെർച്ച് ഫോർ ദ ഡോൾ. ആ ഡോളിന് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു കാഫ്ക. നല്ലൊരു മനുഷ്യനാണ്. നമ്മളൊക്കെയാണ് ചിലപ്പോൾ ഹെൽപ്പ് ഇല്ലാതെ വരും. കാഫ്ക നല്ലൊരു മനുഷ്യനാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്ത് എനിക്കറിയാം, പക്ഷേ കാഫ്ക നല്ല മനുഷ്യൻ, ഹെൽപ്ഫുൾ ആണ്, നമുക്ക് മനസ്സിലായി. ബട്ട് ദേ കുഡൻറ്റ് ഫൈൻഡ് ഇറ്റ്. അവർക്ക് കാണാൻ പറ്റിയില്ല, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ടു കംഫർട്ട് ഹെർ, ആ കുട്ടീനെ സമാധാനിപ്പിക്കാൻ. ഓക്കെ, ഹി പ്രോമിസ് ടു മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ദ സെർച്ച്. അടുത്ത ദിവസം നമുക്ക് നോക്കാം, നമുക്ക് അന്വേഷിക്കാൻ തന്നെ പ്രോമിസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ കുട്ടിക്ക് സന്തോഷമായി, ഒരു പ്രതീക്ഷയ്ക്കായല്ലോ. ഓക്കെ, ദ ഫസ്റ്റ് ലെറ്റർ ഫ്രം ദ ഡോൾ. ഡോളിൻ്റെ അടുത്തുള്ള ലെറ്റർ നോക്കാം. ദ നെക്സ്റ്റ് ഡേ കാഫ്ക ഗേവ് ദ ഗേൾ എ ലെറ്റർ. എന്ത് ലെറ്ററാണ്? കാഫ്ക ആ വലിയ മനുഷ്യൻ കുട്ടിക്ക് ഒരു ലെറ്റർ കൊടുത്തു. പ്രിറ്റൻഡിങ് ഇറ്റ് വാസ് ഫ്രം ദ ഡോൾ. പ്രിറ്റൻഡിങ് എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുക, കള്ളം പറയാന്ന് പറയും, പക്ഷെ എന്താണ് ആക്ട് ചെയ്യുക. ഇതാ ഡോള് തന്ന കത്താന്ന് പറഞ്ഞിട്ട് കാഫ്ക ആ കുട്ടിക്ക് ഒരു കത്ത് കൊടുക്കുകയാണ്. The letter said that the doll was traveling around the world. എന്താണ് ആ ലെറ്ററിൽ പറയുന്നത്? ഡോൾ വാസ് ട്രാവലിംഗ് അറൗണ്ട് ദ വേൾഡ് ആൻഡ് വുഡ് ടെൽ ഹെർ അബൌട്ട് ഹെർ അഡ്വെഞ്ചേഴ്സ്. ഓക്കെ, അപ്പം ആ പോകുന്ന ട്രാവൽ ഇപ്പോൾ ഡോൾ വേൾഡ് ടൂറിന് പോയതാണെന്ന് പറയണം. ഓക്കെ, അഡ്വെഞ്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ടാണ് കത്തിൽ. അപ്പം ഡോൾ എഴുതിയ കത്ത് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി വായിക്കുമ്പോൾ എന്താണ്? ദ ഗേൾ ഫെൽറ്റ് ഹാപ്പി ആൻഡ് സ്റ്റാർട്ടഡ് റിസീവിങ് മോർ ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ അബൌട്ട് ഹെർ ട്രാവൽസ്. അപ്പോൾ കുട്ടിക്ക് ആ സന്തോഷം, എന്താണ് കാണാതായതല്ല, എന്താണ് ഡോൾ എന്താണ് സഞ്ചരിക്കുക, ട്രാവൽ ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് ഇനിയും ലെറ്റേഴ്സ് വന്നു. അപ്പോൾ ആരും ലെറ്റേഴ്സ് എഴുതിയത്? കാഫ്ക. ഈ കുട്ടി സങ്കടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ലെറ്റേഴ്സ് കള്ളം പറഞ്ഞ് എഴുതുക. കള്ളം പറഞ്ഞാൽ പ്രിറ്റൻഡ് ചെയ്യുക, കുട്ടിക്ക് സങ്കടം ഉണ്ടാകുന്ന വെച്ചിട്ട്. ഓക്കെ, കാഫ്ക നോട്ടീസസ് ചെയ്തു. അപ്പോൾ ലെറ്റർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ സം ടൈം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം, ദ ഗേൾ ബിക്കെയിം സാഡ്. ആ കുട്ടിക്ക് സങ്കടമായി. എന്തുകൊണ്ടാണ്? ഡോള് ഹാപ്പി ആയി ട്രാവൽ ചെയ്യണമെന്നാണ് കുട്ടി വിചാരിക്കുന്നത്. ഇപ്പം എന്താ സാഡായത്? വാണ്ടിങ് ഹെർ ഡോൾ ടു കം ബാക്ക്. നമ്മുടെ ഡോൾ ഹാപ്പി ആണെങ്കിലും ദൂരെ ആണെന്ന് അറിയുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് മിസ് ചെയ്യില്ലേ. അപ്പോൾ കുട്ടി മിസ് ചെയ്യാൻ തുടങ്ങി ഡോളിനെ. കാഫ്ക റിയലൈസ്ഡ് ഹീ കുഡൻറ്റ് കീപ്പ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ഫോർ എവർ. കാഫ്ക്ക് മനസ്സിലായി എന്താണ്, എല്ലാം എപ്പോഴും ഇങ്ങനെ ജീവിതകാലം കത്തെഴുതിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ കാര്യം കാഫ്കയ്ക്ക് മനസ്സിലായി. അപ്പോൾ എന്താ ചെയ്തത്? ദ ഡോൾസ് ഫൈനൽ ലെറ്റർ. ഡോളിൻ്റെ അടുത്തുള്ള അവസാനത്തെ കത്തായിട്ട് ഒരു കത്ത് വരുന്നുണ്ട്. നോക്കിയാൽ കാഫ്ക ടോൾ ദ ഗേൾ ദാറ്റ് ദ ഡോൾ ഹാഡ് മെറ്റ് സംവൺ ആൻഡ് വാസ് ഗെറ്റിംഗ് മാരീഡ്. ഒരു ഡോള്, നമ്മുടെ ഡോള് വേറൊരു ഡോളിനെ മീറ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ആ ലെറ്ററിൽ ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഡോൾ ഹാഡ് മെറ്റ് സംവൺ എന്ന് പറയുമ്പോൾ വേറൊരു ഡോളിനെ ആൻഡ് കല്യാണം കഴിക്കാൻ പോകാമെന്ന് ആണ് പറയുന്നത്. ഓക്കെ, ദ ഡോൾ കുഡൻറ്റ് റൈറ്റ് ഫോർ എ വൈൽ ബാക്ക്. കുറച്ച് കാലത്തേക്ക് ഇനി ഡോൾ കത്ത് എഴുതൂല എന്നാണ് പറയുന്നത്. ബിക്കോസ് ഷീ വാസ് ബിസി വിത്ത് എ വെഡിങ്. കല്യാണ തിരക്കൊക്കെ കാരണം കുറച്ച് കാലത്തേക്ക് ഞാൻ കത്ത് എഴുതൂല എന്ന് ഡോൾ തന്നെ പറഞ്ഞു.
ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ദ ഡോൾ. ഓക്കെ, അപ്പം ആ ഡോൾ കല്യാണം കഴിക്കാന്നൊക്കെ നമുക്ക് സന്തോഷമാണല്ലോ എഗെയിൻ. ബട്ട് ഷീ സ്റ്റിൽ വണ്ടേഡ് വെൻ ഷീ വുഡ് സീ ഹർ. ഇനി എപ്പോഴാണ് നമ്മുടെ ഡോളിനെ കാണാൻ ഈ കുട്ടി ഇങ്ങനെ ആലോചിക്കുന്നത്. നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മുടെ ഡോളാണല്ലോ തിരിച്ചു വേണ്ടത്. ഓക്കെ, ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഇനി ഇത്രയുള്ള കഥ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ കുട്ടി എന്താണ് ഇപ്പോഴൊരു ഹോപ്പിലാണ്. ഓക്കെ, ഷീ സ്റ്റിൽ ഹോപ്പ്ഫുൾ. ഓക്കെ, തിരിച്ചു വരൂല്ല അല്ലെങ്കിൽ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തീർക്കാൻ വിചാരിച്ചു കാഫ്ക. പക്ഷേ കുട്ടിക്ക് എന്താണ് ഇപ്പോഴും ഹോപ്പുണ്ട്. എനിവേസ് കാഫ്ക ഒരു നല്ല മനുഷ്യൻ. ആ കുട്ടീൻ്റെ സങ്കടം കളയാൻ വേണ്ടിയിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി കുറേ കത്ത് എഴുതി കുറച്ച് കള്ളൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടിയാണ് ഇന്നസെൻറ്റും ആണ്. ഈ ഒരു കള്ളത്തരം വിശ്വസിക്കുകയാണെങ്കിൽ ഇന്നസെൻ്റ് ആയിരിക്കണമല്ലോ. ആൻഡ് എന്താണ് ഹോപ്പ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ കാഫ്റ്റിയനെ പറ്റിയിട്ടുള്ള ക്യാരക്ടർ പോയിന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം, എക്സാമിന് യൂസ് ചെയ്യാം. അതേപോലെ നമ്മുടെ കുഞ്ഞുകുട്ടി ഇന്നസെൻറ്റ്, ഇമോഷണൽ, ഹോപ്പ്ഫുൾ, ട്രസ്റ്റിംഗ്, ജോയ്ഫുൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ആൻസേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചൊരു ഗ്രാമർ ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊക്കെ ബാച്ചിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാൻ വിചാരിക്കുന്നു. കാഫ്കയും ഗേളുടെയും എന്താണ് ദ ഡോൾസ് ജേർണി ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഡീറ്റെയിൽ ക്ലാസ് ഇതല്ല, എല്ലാ ചാപ്റ്റേഴ്സിനും എല്ലാ സംഭവം വേണമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ 60 ബാച്ച്. ഓൾ ദി ബെസ്റ്റ് മക്കളെ ഫോർ യുവർ എക്സാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്ന സമ്മറി വിത്തിൻ 7 minutes. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എന്താണെങ്കിലും മറക്കരുത്. നിങ്ങളൊരു കമൻറ്റും കൂടി ലീവ് ചെയ്യുക. ബൈ ബൈ.